മുൻ വർഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അവർക്ക് അപരിചയം നേരത്തെ ലഭിച്ചിട്ടുണ്ട്. പുതിയ ആളുകൾക്കാവട്ടെ ഇപ്പോൾ ഇത്രയും ദിവസം കൊണ്ടും ഒരു പരിചയമൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. ഭാഷ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ശാസ്ത്രത്തിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അങ്ങേയറ്റം യുക്തിപൂർവകമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള യുക്തി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ശാസ്ത്രവിചാരം ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം, ഇതാണ് 4-ാം അധ്യായത്തിന്റെ പേര്. ജ്ഞാന കർമ്മ സന്യാസ യോഗം. 5-ാം അധ്യായം കർമ്മസന്യാസ യോഗം, 3-ാം അധ്യായം കർമ്മയോഗം. അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക്, കർമ്മത്തിന്റെയും കർമ്മസന്യാസത്തിന്റെയും ഇടയ്ക്ക് ജ്ഞാനകർമ്മ സന്യാസയോഗം. 4-ാം അധ്യായത്തിന്റെ വിഷയത്തെ നമ്മൾ പരിചയപ്പെട്ടു വരികയാണ്. കർമ്മമാണ് വിഷയം. അർജുനന് കർമ്മസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ വന്നു ചേർന്നിട്ടുള്ള ആശയക്കുഴപ്പത്തെയാണ് ഭഗവാൻ തൻ്റെ ഉപദേശത്തിലൂടെ നീക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. പരമാർത്ഥം എന്താണ് എന്നുള്ളത് ഒരു ഭാഗത്ത് ഭഗവാൻ പറയുന്നു. എന്താണ് പരമാർത്ഥം? കർമ്മമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. വാസ്തവത്തിൽ കർമ്മം എന്നുള്ളത് സംഭവിക്കുന്നേയില്ല. ഒരു വിധത്തിലുള്ള ചലനവുമില്ലാത്ത അചലമായിരിക്കുന്ന നിർവികൽപമായിരിക്കുന്ന ഏകമായിരിക്കുന്ന തത്വം മാത്രമേ ഉള്ളൂ. രണ്ടാമതൊന്ന് ഇല്ല. അതാണ് സത്യം. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ. 3 കാലത്തിലും യാതൊരു വിധത്തിലുള്ള മാറ്റവും വരാത്തത് യാതൊന്നാണോ അതാണ് സത്യം. അങ്ങനെയുള്ള ഒരു തത്വം പലതുണ്ടാവാൻ തരില്ല, ഏകമായിരിക്കാനേ തരുള്ളൂ. അപ്പൊ കർമ്മങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. കർമ്മരഹിതമായിരിക്കുന്ന, അവിക്രിയമായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ സർവക്ലേശരഹിതമായിരിക്കുന്ന, ഒരു വിധത്തിലുള്ള ക്ലേശങ്ങളും ഇല്ലാത്ത ജനന മരണങ്ങളോ ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖങ്ങളെ കുറിച്ചൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും ഇല്ലാത്ത അനന്തമായിരിക്കുന്ന ആനന്ദ സ്വരൂപമാണ് വാസ്തവത്തിലുള്ളത്. പക്ഷെ ആ ഒരു സ്വരൂപത്തിൽ അഹം എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ആനന്ദമായിരിക്കാൻ നമുക്കും സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് സാധിക്കുന്നു എങ്കിൽ അവിടെ പിന്നെ ചോദ്യമില്ല, ഉത്തരമില്ല. എന്ത് ചെയ്യണം എന്നുള്ള സംശയമില്ല, എന്ത് ചെയ്യണ്ട എന്നുള്ള ആശങ്കയുമില്ല. എന്നാൽ
ഈ ലോകത്തിൽ, ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ കഴിയുന്ന സമയത്ത് നമുക്ക് ആ ആനന്ദത്തെ തൊട്ടറിയാൻ നമ്മുടെ സ്വരൂപമാണ്. എപ്പോഴും സാധിക്കണം. തൊട്ടറിയാന്നുള്ള വാക്കിനൊന്നും തന്നെ അവിടെ ഒരു പ്രസക്തി ഇല്ല. ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കണം. പക്ഷെ ആ ആനന്ദം എന്നുള്ളത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാപ്യമായിട്ടുള്ള ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. ആനന്ദം എന്നുള്ള വാക്ക് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷെ സുഖം എന്നുള്ള വാക്ക് എല്ലാവർക്കും പരിചയമാണ്. നമുക്ക് എന്താണ് ഈ ആനന്ദവും സുഖവും തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊരു വ്യത്യാസം ഉണ്ടാക്കുമ്പോഴേ അവിടെ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ നമുക്ക് എടുക്കാം. സുഖം, ആനന്ദം. പക്ഷെ ഈ രണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഭേദം കൽപ്പിക്കാം. സുഖം നമുക്ക് സാധാരണ അനുഭവത്തിലുള്ള സന്തോഷം. ആനന്ദമാവട്ടെ, എന്താണ് സാധാരണ അനുഭവത്തിലുള്ള സന്തോഷം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്നാണെങ്കിൽ ആ സുഖം വരെ പോവുകയും ചെയ്യുന്നതാണ്. ചിലപ്പോ സുഖം എപ്പോഴും സുഖമുണ്ടോ? ഇല്ല. പല ഘടകങ്ങളെ അപേക്ഷിച്ചിട്ട്, പല സാഹചര്യങ്ങളെ അപേക്ഷിച്ചിട്ടാണ് നമുക്ക് ആ സുഖം അനുഭവപ്പെടുന്നത്. എന്താണ് അതിൻ്റെ തെളിവെന്ന് ചോദിച്ചാൽ, പല ഘടകങ്ങളെ അപേക്ഷിച്ചിട്ടാണ് നമ്മളുടെ സുഖം. എവിടെയാണ് സുഖം അനുഭവപ്പെടുക? എവിടെയാണ്? മനസ്സിലാണ്, അല്ലെ? അപ്പൊ സുഖം അനുഭവപ്പെടുന്ന സമയത്ത് മനസ്സെങ്ങനെയിരിക്കും? സന്തോഷമായിട്ടിരിക്കും. പക്ഷെ നമ്മുടെ സന്തോഷം നമുക്ക് എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഒരു സാഹചര്യത്തിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അല്പം ഒരു മാറ്റം വരുമ്പോഴേക്ക് സന്തോഷം പോയി. അപ്പൊ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സന്തോഷം ഒരു പ്രത്യേക സാഹചര്യത്തെ അപേക്ഷിച്ചിട്ട് നിലകൊള്ളുന്നതാണ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് വന്നു പോകുന്ന സുഖങ്ങളെ, താൽക്കാലികമായിട്ടുള്ള സന്തോഷ ഭാഗത്തെ നമുക്ക് സുഖം എന്നുള്ളത് കൊണ്ട് പറയാം. അത് തന്നെ സുഖത്തിന് തന്നെ നമുക്ക് പല തലത്തിൽ മനസ്സിലാക്കാം. ശാരീരികമായിട്ടുള്ളൊരു സുഖമുണ്ട്. ശരീരത്തിന് രോഗങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. പക്ഷെ ചിലപ്പോൾ ശരീരത്തിന് ചെറിയ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ സുഖാണെന്ന് പറയും. സുഖല്ലേ ചോദിച്ചാൽ സുഖാണെന്ന് പറയും, ഉള്ളില് സന്തോഷം ഉണ്ടെങ്കിൽ. അപ്പൊ ഇനി മറ്റു തലങ്ങളിലൊക്കെ പറയാം. പക്ഷെ മനസ്സിനെ അപേക്ഷിച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ സുഖമാണ് അല്ലെങ്കിൽ സുഖമല്ല എന്നുള്ളത് പറയാറുള്ളത്. ആനന്ദം എന്ന് പറയുമ്പോൾ ഒരിക്കലും അസ്തമിക്കാത്ത സുഖം. അസ്തമിക്കാത്തത് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഉള്ളതായിരിക്കും. അത് എന്തിൻ്റെയെങ്കിലും അപേക്ഷയിലുള്ളത് ആയിരിക്കില്ല. എന്തിൻ്റെങ്കിലും അപേക്ഷയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വരികയും ചെയ്യും, പോവുകയും ചെയ്യും. കാരണം ആപേക്ഷികമായിട്ടുള്ളതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും മാറാത്ത സുഖം എന്ന് പറയുമ്പോൾ അത് മറ്റെന്തിനെങ്കിലും അപേക്ഷിച്ച് വന്നു ചേർന്നതായിക്കൂടാ. മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടുള്ളതല്ല എന്ന് വെച്ചാൽ പിന്നെ വേറെ ഒരു സാധ്യതയും കൂടി അവശേഷിക്കുന്നുള്ളൂ, അല്ലെ? മറ്റൊന്നിനെയും അപേക്ഷിക്കാത്ത സുഖം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഒരേ ഒരു സാധ്യത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്താണ് ആ സാധ്യത? ആ സുഖം, ആനന്ദം മറ്റൊന്നിനെ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാഹ്യ സാഹചര്യങ്ങളായിരിക്കാം, ബാഹ്യ ഘടകങ്ങളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ശരീരത്തിന്റെ സ്ഥിതിയായിരിക്കാം, പ്രാണന്റെ അവസ്ഥയായിരിക്കാം, മനസ്സിന്റെ അവസ്ഥയായിരിക്കാം, ബുദ്ധിയുടെ അവസ്ഥയായിരിക്കാം. ഇങ്ങനെയുള്ള ഔപാധികമായിട്ടുള്ള അവസ്ഥകളായിരിക്കാം. ആ ഘടകങ്ങളെന്നും അപേക്ഷിച്ചിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒറ്റ സാധ്യത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്താണ് സാധ്യത?
ആ സുഖം എന്നുള്ളത്, ആനന്ദം എന്നുള്ളത് എവിടെയുള്ളതായിരിക്കണം? ആ തന്റെ തന്നെ ഭാവമായിരിക്കണം. അല്ലാത്തതൊക്കെ ആപേക്ഷികാണ്. ബാക്കിയെല്ലാം ആപേക്ഷികാണ്. ശരീരത്തിന്റെ, ഇന്ദ്രിയങ്ങളുടെ, മനസ്സിന്റെ, ബുദ്ധിയുടെ ഒക്കെ തലത്തിലുള്ളത് ആപേക്ഷികാണ്. അത് എല്ലാം തന്നെ മാറ്റത്തിന് വിധേയമായിട്ടുള്ളത്. മാറാത്ത സുഖം എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നിനെ അപേക്ഷിച്ചത് ആയിക്കൂടാ. മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ അവിടെ അത് തന്നിൽ തന്നെ ഉള്ളതായിരിക്കണം, താനായിരിക്കണം. പക്ഷേ ആ ആനന്ദം ശാസ്ത്രം നമ്മളോട് എന്താ പറയുന്നത്? ശാസ്ത്രം നമ്മളോട് പറയുന്നത് നമുക്ക് ഏവർക്കും തന്നെ ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് അങ്ങേയറ്റം ആശ്വാസപ്രദമായിട്ടുള്ള അറിവാണ്. ഏത് ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യനെയും ആനന്ദപൂർണനാക്കി തീർക്കാൻ പോകുന്ന അറിവാണ് ശാസ്ത്രം പറയുന്നത്. എന്താ ശാസ്ത്രം പറയുന്നത്? നീ ആനന്ദസ്വരൂപനാണ്, നീ പൂർണ്ണസ്വരൂപനാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ പൂർണ്ണസ്വരൂപത്തെ അറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, ആ ഒരു ആനന്ദസ്വരൂപമായിട്ട് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിൽ അവിടെ പിന്നെ എന്തിന് പ്രസക്തിയില്ല? കർമ്മത്തിന് പ്രസക്തിയില്ല എന്നല്ല, അവിടെ വിട്ട് കർമ്മവും ഇല്ല. കർമ്മരഹിതമായിരിക്കുന്ന തലം എന്നുള്ളത് എന്താണ്? ഈ ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ ഒരു തലം തന്നെയാണ്. ആനന്ദസ്വരൂപമായിരിക്കുന്ന അവനവന്റെ ആത്മാവിന്റെ തലമാണ്. ആ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവാകട്ടെ എന്നിലും നിന്നിലും പട്ടിയിലും പൂച്ചയിലും പുഴുവിലും എന്ന് വേണ്ട ഈ സർവ പ്രപഞ്ചത്തിലുള്ള സർവ ജീവജാലങ്ങളിലും ആ ആനന്ദസ്വരൂപമായിരിക്കുന്ന തത്വം വ്യാപിച്ചു നിൽക്കുന്നു. സർവത്ര പൂർണ്ണമായിരിക്കുന്ന തത്വമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ തത്വത്തിന് ശാസ്ത്രം ആത്മാ ബ്രഹ്മം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടാണ് ആത്മതത്വത്തെ, ആ നിർവിശേഷമായിരിക്കുന്ന അനന്തമായിരിക്കുന്ന തത്വത്തെ ശാസ്ത്രം വെളിപ്പെടുത്തുന്നത് ഈ വാക്കുകളിലൂടെയാണ്. അനവധി വാക്കുകളിലാണ്. അവിടെ നിഷ്ക്രിയവും സർവ ദുഃഖങ്ങളും ഒഴിഞ്ഞതും സർവവിധത്തിലുള്ള പരിമിതികളും ഒഴിഞ്ഞതുമായിരിക്കുന്ന ആ ഒരു തലത്തെ നമ്മൾ അറിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? കർമ്മങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ നമ്മുടെ അനുഭവത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ആ നിർവിശേഷമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന, കർമ്മരഹിതമായിരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല. ഞാൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഞാനിനെ അറിഞ്ഞ് ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെ എങ്ങനെയാണ് ഇപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ നിന്നിട്ട് നമുക്ക് നമ്മളെ വിലയിരുത്താനും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. വേദാന്ത ശാസ്ത്രം ആർക്കുള്ളതാണ്? എല്ലാവർക്കും ഉള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വേദാന്ത ശാസ്ത്രം പ്രത്യേകമായിട്ട് ആരെയാണ് മുൻനിർത്തുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണോ ഈ ഒരു ഏകമായിരിക്കുന്ന തന്നെ അഥവാ ആനന്ദ സ്വരൂപമായിരിക്കുന്ന എന്നെ എനിക്കറിയണം. കാരണം ശാസ്ത്രമാണ് നമ്മുടെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നത്.
ആ സ്വരൂപത്തെ എനിക്ക് അറിയണം എന്നുള്ള ഒരു നിശ്ചയം, ജിജ്ഞാസ ആരിലുണ്ടോ അങ്ങനെയുള്ളവരെ ആണ് ശാസ്ത്രം അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ജിജ്ഞാസയോട് കൂടിയിട്ടുള്ളവരാണ് ഇവിടെ വന്ന് ഇരിക്കുന്നവരെല്ലാവരും, അല്ലെ? ആ ജിജ്ഞാസ നമ്മളിൽ എപ്പോ അങ്കുരിച്ചു എന്ന് നമുക്കറിയില്ല. എങ്ങനെയോ ഒരു ജിജ്ഞാസ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ജിജ്ഞാസയുടെ ഒരു പരിണത ഫലമാണ്. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടോ. ആരോ പറഞ്ഞു ഗീത പഠിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ ആശ്രമത്തിലൊരു ക്യാമ്പ് ഉണ്ട് അതിന് പോയാൽ നല്ലതാണെന്നൊക്കെ ആരോ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ എപ്പോഴോ ഒരു ജിജ്ഞാസയുടെ ആവിർഭാവം ഉണ്ടായിട്ടുണ്ട്. എവിടെയോ ഒരു സ്ഫുരണം, ഒരു അന്വേഷണത്തിന്റെ സ്ഫുരണം നമ്മളിൽ, ഈ ജീവനിൽ എപ്പോഴോ അങ്കുരിച്ചിട്ടുണ്ട്. അത് ഈ ജന്മത്തിൽ തന്നെ അങ്കുരിച്ചതായിക്കൊള്ളണമെന്നില്ല. എത്രയോ ജന്മങ്ങളിലൂടെ കടന്നിട്ടാണ് ഈ ജീവൻ അങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. മനുഷ്യജന്മം തന്നെ മുൻപെത്ര കിട്ടി നമുക്കെന്ന് പറയാൻ പറ്റില്ല, അറിയില്ല. കിട്ടിയിട്ടുണ്ടാവണം. കാരണം എന്താണ് നമുക്ക് ഈ ഒരു ജിജ്ഞാസ ഉണ്ടായി എന്നുള്ളത് തന്നെ അതിനുള്ള ഒരു തെളിവായിട്ട് നമുക്ക് എടുക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഒരു ജിജ്ഞാസയുടെ സ്ഫുരണം എവിടെയോ ഉള്ളിലുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ ശാസ്ത്രത്തിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ വന്ന് ഗീത പഠിക്കുന്ന സമയത്ത് ഭഗവാൻ എന്താണ് പറയുന്നത്? അർജുനനെ മുൻനിർത്തിയിട്ട് ഭഗവാൻ ആ ആനന്ദ സ്വരൂപമായിരിക്കുന്ന നമ്മളുടെ തലത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അതിനുള്ള ഉപായം എന്താണ് എന്നുള്ളത് ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. എന്ന് മാത്രല്ല, ആനന്ദ സ്വരൂപത്തെ അറിഞ്ഞിരിക്കുന്ന ഒരാള് അയാൾ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കുക, അയാളുടെ ലോകത്തിലുള്ള വർത്തനം എങ്ങനെയാണ്, അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നമുക്കും സാധനയായിട്ട് ഭവിക്കുന്ന ശങ്കരാചാര്യ സ്വാമികള് പറയുന്നുണ്ട്. ഇവിടെ 18ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പോകണമെന്നില്ല, 13ന്റെ അവസാന ഭാഗത്തോട്ട് ഭഗവാൻ ഒരു ഭാഗത്ത് സർവ വിക്രിയകളും ഇല്ലാതിരിക്കുന്ന ആത്മാ, എന്നാൽ അതേ സമയത്ത് ലോകത്തിൽ നമ്മൾ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വിക്രിയകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ രാവിലെ എണീറ്റു, അല്ലെ, കുളിച്ചു, ഇന്നതൊക്കെ ചെയ്തു, ഇവിടെ വന്നിരിക്കുന്നു, ഇപ്പൊ എന്ത് ചെയ്യാണ്? കേൾക്കുകയാണ്, അല്ലെ, കൊതുക് കടിക്കുന്നു. അപ്പൊ എന്താണ്? കൊതുക് കടി അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ തണുപ്പുണ്ട്, അപ്പൊ തണുപ്പ് അനുഭവിക്കുന്ന ആളാണ് ഞാൻ. കാറ്റ്, ഫാൻ ഇട്ടത് കൊണ്ട് കാറ്റ് വരുന്നുണ്ട്, ആ കാറ്റ് ഉള്ളത് കൊണ്ട് എന്താണ്? ആശ്വാസമുണ്ട്. എന്തിന്? ഉഷ്ണത്തിന് ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്, അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ചെയ്യുന്ന ആളുമാണ് ഞാൻ, അനുഭവിക്കുന്ന ആളുമാണ് ഞാൻ, കർത്താവുമാണ് ഞാൻ, ഭോക്താവുമാണ് ഞാൻ. ഈ ഭാവത്തിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. കർത്തൃത്വമുണ്ട്, ഭോക്തൃത്വമുണ്ട്. കർത്തൃത്വവും ഭോക്തൃത്വവും വന്നു ചേർന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് വരും? എവിടെ മാത്രമേ കർത്തൃത്വത്തിനും ഭോക്തൃത്വത്തിനും സ്ഥാനമുള്ളൂ ചോദിച്ചാൽ അപൂർണമായിരിക്കുന്ന തലത്തിൽ മാത്രമേ കർത്തൃത്വത്തിനും ഭോക്തൃത്വത്തിനും ഒക്കെ സ്ഥാനമുള്ളൂ. ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ബുദ്ധിയുള്ളിടത്ത് പിന്നെ അവിടെ കർത്തൃത്വ ഭോക്തൃത്വങ്ങളൊന്നും ഇല്ല. പക്ഷെ അപൂർണനായിട്ട് ഇരിക്കുന്ന സമയത്ത് കർത്തൃത്വമുണ്ട്, ഭോക്തൃത്വമുണ്ട്. എന്ന് വെച്ചാൽ അപൂർണനാണ് ഞാൻ, പൂർണ്ണനായിട്ട് ഇരിക്കുക എന്നുള്ളതില്ല. ഒരിക്കലും അപൂർണത്വം എന്നുള്ളത് ആത്മാവിലില്ല. ആത്മാ സദാപൂർണമാണ്. പക്ഷെ അതറിയാത്തപ്പോ അപൂർണനാണെന്ന് ധരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ആവുമ്പോ അവിടെ എല്ലാ വിധത്തിലുള്ള ദ്വൈത ഭാവങ്ങൾക്കും തന്നെ സ്ഥാനമുണ്ട്. ഇതൊരു ഭാഗത്ത് നമ്മുടെ അനുഭവ തലം.
പക്ഷേ ഇവിടെ ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അനുഭവ തലത്തിൽ നിന്നും ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക്, അഥവാ നമ്മുടെ തന്നെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിശ്രമം, അഥവാ ആ ഒരു പ്രക്രിയയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയാം. അതിന് ആദ്യം തന്നെ തന്റെ ഉദാഹരണം എടുത്ത് ഭഗവാൻ പറഞ്ഞു. അഥവാ ഭഗവാന്റെ തത്വത്തെ അറിയാനുള്ള ജിജ്ഞാസ അർജുനൻ പ്രകടമാക്കിയതിനെ തുടർന്ന് ഭഗവാൻ തന്റെ തത്വത്തെ പറയാണ്. തസ്യ കർത്താരം അഭിമാം വിദ്യ അകർത്താരം അവ്യയം. ഒന്നാമത്തെ വരി ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്ത വരിയാണ് ചാതുർവർണ്ണ്യം എന്നുള്ളത്. ചാതുർവർണ്ണ്യമായ സൃഷ്ടി, അതിന്റെ സാമൂഹിക തലങ്ങളൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ച സംവിധാനത്തെ മുഴുവനും സംവിധാനം ചെയ്തിരിക്കുന്നത്, ഈ പ്രപഞ്ച വ്യവസ്ഥയെ മുഴുവനും സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? ഞാനാണ്. എന്നിൽ നിന്നാകുന്ന ഈ പ്രപഞ്ചം മുഴുവനും ആവിർഭവിച്ചിരിക്കുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അതിൽ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പ്രകടനത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണത്? ഈ പ്രപഞ്ച വ്യവസ്ഥ മുഴുവനും സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാനാണ്. സൃഷ്ടി, സ്ഥിതി, ഉപസംഹാരം, ഈ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥ മുഴുവനും എന്നിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചം എന്നിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളതാണ്. ആരാണ് പ്രപഞ്ച രചയിതാവ് ചോദിച്ചാൽ, പ്രപഞ്ച സ്രഷ്ടാവ് ചോദിച്ചാൽ എന്താ ഭഗവാൻ പറയുന്നത്? ഞാനാണ്. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിൽ സർവ നിയമക്രമങ്ങളായിട്ടും പ്രകടമായിരിക്കുന്നതും ഞാൻ. ഈ പ്രപഞ്ചത്തിന് എല്ലാ കാലത്തും അനുനിമിഷം ഈ പ്രപഞ്ചം വിലയിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ നിമിഷവും ഈ വിലയം സംഭവിക്കുന്നുണ്ട്. എവിടേക്കാണ് വിലയിക്കുന്നത്? എന്നിലേക്കാണ് വിലയിക്കുന്നത്. ഇനി ഈ നാമരൂപാത്മകമായിട്ട് പ്രകടമായതൊക്കെ വിലയിച്ച് അവ്യക്തഭാവത്തെ പ്രാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്, പ്രളയകാലം. എവിടേക്കാണ് ഈ നാമരൂപാത്മകമായതൊക്കെ വിലയിക്കുന്നത് എന്നാണെങ്കിൽ അതും എന്നിലേക്കാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ കാരണം ഞാനാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ വലിയ സംസാരിയായിരുന്നു. നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ നമ്മള് ആരാണ്? ചെറിയ സംസാരി. ഭഗവാനോ ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കുകയും നിലനിർത്തുകയും വിലയിക്കുകയും അതൊക്കെ ഭഗവാനാണ് അതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളെന്ന് വെച്ചാൽ ഭഗവാൻ ആരായിരിക്കണം? വലിയ സംസാരിയായിരിക്കണം അല്ലെ? പക്ഷെ ഭഗവാൻ പറയണെന്ത്? തസ്യ കർത്താരം അഭിമാം വിദ്ധി അകർത്താരം അവ്യയം. ഇതിനെയൊക്കെ കർത്താവാണ് ഞാനെന്നിരിക്കലും നീ അറിയൂ. എന്താ അറിയേണ്ടത്? ഞാൻ അല്ല കർത്താവ്. ഞാനല്ല കർത്താവ് എന്നല്ല, ഞാൻ കർത്താവല്ല. ഞാൻ കർത്താവല്ല. ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. തസ്യ വിദ്ധി അകർത്താരം അവ്യയം. കർത്തൃത്വം എന്നിലുണ്ടെങ്കിൽ അത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള മാറ്റമില്ല, ഒട്ടും നാശവും എന്നിലില്ല. വിദ്ധി അകർത്താരം അവ്യയം. അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത വരിയിൽ വിശദാക്കി നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർനസ ബധ്യതേ. ഭഗവാൻ കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് എന്നറിഞ്ഞത് കൊണ്ട് എനിക്കെന്താ പ്രയോജനം എന്ന് വിചാരിക്കണ്ട. എന്നെ ഇങ്ങനെ അറിയുന്ന ആളും കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. ഇതി മാം യഹ അഭിജാനാതി. ഇപ്രകാരം ആരാണോ എന്നെ അറിയുന്നത് സഹ കർമ്മഭിഹി ന ബധ്യതേ. അയാളും കർമ്മത്താൽ ബന്ധിക്കപ്പെടും. അയാളും ഒരു ഭാഗത്ത് എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ സമഷ്ടി ഉപാധികനാണെന്നുള്ളത് കൊണ്ട് സമസ്ത പ്രപഞ്ചത്തിനെയും ആധാരമാക്കിയിട്ടുള്ള പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. വ്യഷ്ടി ഉപാധിയോട് കൂടിയിട്ടുള്ള ജീവന്മാരാവട്ടെ ആ വ്യഷ്ടി തലത്തിൽ പ്രവർത്തിക്കുന്നു എങ്കിലും പ്രവർത്തിക്കാത്തവരായി ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുക. ഈ ഒരു വിദ്യയാണ് അർജുന നീ സ്വായത്തമാക്കേണ്ടത്. ഈ ഒരു വിദ്യയാണ് നിനക്ക് കൈവരിക്കേണ്ടതായിട്ടുള്ളത്. ഈ വിദ്യ കൈവന്നാൽ എന്താണ്? പിന്നെ ഒന്നുമായിട്ടുമുള്ള ഒട്ടൽ നിനക്ക് ഉണ്ടാവില്ല.
ഈ ഒരു ഭാവത്തെ കൈവരിച്ചുകൊണ്ട് നീ നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യും. ലോകത്തിൽ ജന്മം എടുത്തു കഴിഞ്ഞാൽ, ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ ജന്മത്തിനനുസരിച്ചിട്ട്, ആ ശരീര സ്വീകരണത്തിനനുസരിച്ചിട്ട് ഒരു പ്രത്യേക വ്യക്തിത്വം ഓരോരുത്തർക്കും വന്നു ചേരും. ആ വ്യക്തിത്വത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്താണോ നിർവഹിക്കാനുള്ളത് അത് ചെയ്യണം. അത് ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഞാനായാലും എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറയണം, അത് ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഭഗവാനാണ്, എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്യാണ്ടിരിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഈ ഒരു ശരീരത്തിന്റെ ആപേക്ഷികമായിട്ടുള്ള ശരീരത്തിന്റെ തലത്തിൽ എന്താണോ എന്നാൽ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ളത് അത് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യുന്നു. നീ എന്നെ സാരഥിയായിട്ട് വരിച്ചപ്പോ ഞാൻ ഈശ്വരനാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്, എനിക്ക് കർത്തവ്യമില്ല, ഞാൻ കർത്താവല്ല ഭോക്താവല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ നിന്റെ ക്ഷണം നിരസിച്ചില്ല. പകരം ഞാൻ എന്താ ചെയ്തത്? വളരെ സന്തോഷമായിട്ട് അതിനെ സ്വീകരിച്ച് ഇപ്പൊ നിനക്ക് സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സാക്ഷാത് ഭഗവാനാണെങ്കിൽ പോലും ഒരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ഓരോ വ്യക്തിത്വ തലത്തിനനുസരിച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഒരു ഭാഗത്ത് ചെയ്യണം, ആ കർമ്മങ്ങളെല്ലാം ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം? കർത്താവും ഭോക്താവും അല്ല ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അത് അറിയുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് വഴി എന്നുള്ളത്, പിന്നെ അടുത്ത വഴി എന്താന്നുള്ളത് ഉപദേശിക്കുന്നുണ്ട്. നമ്മൾ ആ ഉപദേശം കേട്ടിട്ടാണ് ഈ 4-ാം അധ്യായത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് പിന്നെ ചെയ്യാൻ പറ്റും? മുക്തസംഗ സമാചര യജ്ഞാർത്ഥാത് കർമ്മണോ ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താവാൻ പറ്റും? മുക്തസംഗനായിട്ട് ഇരിക്കാൻ പറ്റും. യജ്ഞാർത്ഥമായിട്ട്, ഈശ്വരാർത്ഥമായിട്ട്, ഈ പ്രപഞ്ച സംവിധായകനായിട്ടുള്ള എനിക്കുള്ള കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, നീ ചെയ്യുന്നത്. ഈശ്വരന്റെ കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഭാവേന കർമ്മം ചെയ്യുക. ഈശ്വര അർപ്പണ ഭാവത്തിൽ കർമ്മത്തെ അനുഷ്ഠിക്കുക. അതാണ് ഈ ദൃഢമായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളിൽ നിന്നും നിന്നെ സ്വതന്ത്രമാക്കാനുള്ള വഴി. അങ്ങനെ ജീവിക്കുമ്പോ ക്രമേണ നിനക്ക് ഞാൻ വാസ്തവത്തിൽ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്റെ സ്വരൂപം യാതൊരു വിധത്തിലുള്ള കർമ്മങ്ങളും ഇല്ലാത്ത നിശ്ചലമായിരിക്കുന്ന, ശാന്തമായിരിക്കുന്ന, ആനന്ദമായിരിക്കുന്ന സ്വരൂപമാണ് എന്ന് അറിയാൻ സാധിക്കും. അത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദപൂർണമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കാൻ സാധിക്കും. പ്രവർത്തിക്കുമ്പോഴും എന്തില്ല? യാതൊരു വിധത്തിലുള്ള ഒട്ടലും ഇല്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമില്ല. ഫലം വന്നു ചേരുമ്പോ ഇത് എന്റെ ഫലം എന്നുള്ള താതാത്മ്യവുമില്ല. അതാതാത്മ്യമില്ലാതെ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും. അപ്പൊ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പറയാണ്, എന്താണ്? ഈ ഒരു കർമ്മരഹിതമായിരിക്കുന്ന ഒരു തലം എല്ലാവരിലും ഉണ്ട്, മാറ്റമില്ലാത്ത ഒരു തലം. ആ തലത്തെ ഉറപ്പിച്ചുകൊണ്ട്, ആ തലത്തിൽ ആത്മബുദ്ധി ഉറപ്പിച്ചുകൊണ്ട് കരണങ്ങളെ കൊണ്ട് സ്വധർമ്മത്തെ ചെയ്യാനുള്ളതിനെ ചെയ്യും. ഇത് നമുക്കൊരു സാധനയായിട്ട് സ്വീകരിക്കാം. സാധനയ്ക്ക് തന്നെ പല തലങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രാഥമികമായിട്ട് തീർത്തും ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ള ഉപാസനകളാവട്ടെ, കർമ്മയോഗാനുഷ്ഠാനമാവട്ടെ, അതൊക്കെ ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ടിട്ടുള്ള സാധനകളാണ്. പക്ഷെ സാധനയുടെ ഉയർന്ന തലത്തിൽ ഒരു ജ്ഞാന സാധകനെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു സാധനയാണ്. ഏത്? ശ്രവണ ബലം കൊണ്ട്, ആത്മാവിന്റെ, അതായത് ശാസ്ത്ര ശ്രവണത്തിന്റെ ആ ഒരു ശക്തി കൊണ്ട് ആത്മാവിന്റെ അവിക്രിയത്വത്തെ ഒരു ഭാഗത്ത് ഉറപ്പിച്ചുകൊണ്ട് ലോകത്തിൽ വ്യാപരിക്കുക എന്നുള്ളത്. അതിനെന്ത് ചെയ്യണം? തന്റെ സാക്ഷി ഭാവത്തെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും.
സാക്ഷിയായിരിക്കുന്ന ഭാവത്തിൽ നമ്മൾ ആ ആനന്ദ സ്വരൂപമായിട്ടായിരിക്കും, അവിക്രിയമായിരിക്കുന്ന സ്വരൂപമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും സാക്ഷിയായിട്ട് തന്നെ ഇരിക്കുക. എപ്പോ ഒരു ഭാഗത്ത് ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ പ്രവൃത്തികളുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തും, താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ പോലും, ഇതൊന്നുമായിട്ടും യാതൊരു വിധത്തിലുള്ള സംഘവുമില്ലാത്ത ഒരു അസംഗമായിരിക്കുന്ന ഭാവം, കേവലം സാക്ഷിയായിട്ട് ഒന്നിലും ഇടപെടാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാവം നമ്മളിൽ എല്ലാവരിലും ഉണർന്നിരിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ നോക്കൂ. നോക്കാൻ തുടങ്ങുമ്പോ കാണില്ല അല്ലേ? നോക്കുന്നതിനും സാക്ഷിയാണ്. നോക്കുന്നത് ആരാണ്? ഞാനാണ്. ഏത് ഞാൻ? നോക്കുക എന്നുള്ള കർമ്മം ചെയ്യുന്ന ഞാൻ അല്ലെ? ആ കർമ്മത്തിനും സാക്ഷിയായിട്ടാണ്. അതുകൊണ്ടാണ് കേനോപനിഷത്തിലൊക്കെ പറയുന്നത് എന്താണ്? അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം എന്നൊക്കെ പറയുന്നത്. മനസാനമനുതേ യേനാഹുർ മനോമതം. മനസ്സിനാൽ അറിയാൻ പറ്റില്ല. മനസ്സിനെ ആരാണോ അറിയുന്നത്? ചക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി. എവിടെയാണ് ആത്മാ ഇരിക്കുന്നത്? ആ കർമ്മങ്ങളില്ലാത്ത ആത്മ എവിടെ ഇരിക്കുന്നു? എവിടെ ഇരിക്കുന്നു? ഞാനായിട്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അറിയുന്നില്ല. എന്തൊരു അത്ഭുതമാണല്ലേ! ഇതാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് അത്ഭുതം? ഞാനായിട്ടിരിക്കുന്ന തത്വത്തെ ഞാൻ അറിയണില്ല എന്നുള്ളതിനേക്കാൾ വലിയൊരു അത്ഭുതം എന്താണത്? അപ്പൊ അറിയാത്തത് കൊണ്ട് ചിലരെന്ത് പറയും? അങ്ങനെയൊന്ന് ഇല്ല എന്ന് പറയാം. അതാണല്ലോ എളുപ്പം. എനിക്കറിയാത്തതൊന്നും ഇല്ല എന്ന് പറയാനാണ് എളുപ്പം. പക്ഷെ ഇല്ലാന്ന് ആര് പറയുന്നുവോ ആ പറയുന്ന ആള് ആ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്ത് പറയുന്നത്? അങ്ങനെ ഒരു ആത്മാ. സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണെങ്കിൽ, നമ്മളിൽ ഞാൻ എന്നുള്ള ഈ ഒരു അറിവോടുത്തു നമ്മളിരിക്കുമ്പോ നമ്മളിലുള്ള മാറ്റം വരുന്ന തലങ്ങളുമായിട്ടാണ് നമ്മള് ഞാൻ എന്ന് താതാത്മ്യപ്പെടുന്നത്. മാറ്റം വരുന്ന തലങ്ങളുമായിട്ട് ഞാൻ താതാത്മ്യപ്പെട്ടാൽ നമ്മുടെ അനുഭവത്തിലും എന്തായിരിക്കും ഉണ്ടാവുക? ആ ഏത് തലങ്ങളായിട്ടാണ് നമ്മൾ താതാത്മ്യപ്പെടുന്നത്, ആ തലങ്ങൾക്കനുസരിച്ചിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിനെ അപേക്ഷിച്ചിട്ട് അത് നല്ലതായിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറയും. ആ ഒരു തലം, ശരീരമാവട്ടെ മനസ്സാവട്ടെ ബുദ്ധിയാവട്ടെ, ഈ തലങ്ങളിൽ എന്തെങ്കിലും പോരായ്മ നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ എന്ത് പറയും? നമ്മളെന്ത് ചിലപ്പോൾ നമ്മൾ പറയില്ല അല്ലെ? മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? ഞാൻ പോരാ. നമ്മുടെ ദൃഷ്ടിയിൽ നമുക്കുള്ള ഉപാധിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉപാധി മറ്റൊരാൾക്ക് തോന്നിയാലും നമുക്ക് എന്ത് തോന്നും? ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ. എന്താണ് ജീവന്റെ ഒരു അടിസ്ഥാന മന്ത്രം? ഇതാണ് അടിസ്ഥാന മന്ത്രം. എന്താണ്? ഞാൻ പോരാ, ഞാൻ പോരാ. എവിടെ ഇരുന്നിട്ടാ അതൊക്കെ പറയണത്? പൂർണ്ണ സ്വരൂപമായിട്ട് ഇരുന്നു കൊണ്ടാ പറയണത്. എന്താ പറയാന്ന് വെച്ചാൽ നമ്മൾ ആരും വാക്കുകൊണ്ട് പറയുന്നു എന്നല്ല, ആ ഭാവമാണ് പറയുന്നത്. എന്താണ്? പോരാ, പോരാ, പോരായ്മയുണ്ട്, 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 എനിക്ക് പോരായ്മയുണ്ട്. എന്ത് ചെയ്യണം? നികത്തണം, പോരായ്മ നികത്തണം. ആ പോരായ്മ നികത്തണം എന്നുള്ള ഭാവമാണ് നമ്മളിലൂടെ കർമ്മങ്ങളായിട്ട് ബഹിർഗമിക്കുന്നത്. അപ്പൊ ഈ മാറ്റങ്ങൾ ഉള്ള തലവുമായിട്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്ന തലവുമായിട്ട് നമ്മൾ ഞാൻ താതാത്മ്യപ്പെട്ടാൽ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? സംസാരം മാത്രം.
സംസാരത്തിന്റെ ലക്ഷണം തന്നെ അതാണ്, അപൂർണതയും അതിനെ തുടർന്നിട്ടുള്ള ക്ലേശങ്ങളും. നമുക്കെല്ലാം ബാക്കി എല്ലാത്തിനെയും കൂടി ഒറ്റവാക്കിൽ നമുക്ക് ക്ലേശങ്ങൾ എന്ന് പറയും. പക്ഷെ അതേ സമയത്തും മാറാത്ത ഒരു തലം എന്നിലുണ്ട്. ഉണ്ടോ? ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരജ്ഞവനഞ്ജര തഥാ ദേഹാന്തര പ്രാപ്തി. അല്ലെ? മാറ്റമില്ല. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യുക്ത ശരീരിണഃ നാശിനോ അപ്രമേയസ്യ. മാറ്റമില്ലാത്തൊരു തലമുണ്ട്. ആ തലത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണം. അതിനെന്ത് വേണം? അതിന് ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവേണ്ടത് എവിടെയാണ്? ആ കഴിവ് ഉണ്ടാവേണ്ടത് നമ്മളിൽ ആ കഴിവ് ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കണം. അത് പാകപ്പെടാതെ നമ്മൾ എന്ത് വിചാരിച്ചാലും മാറ്റം വരുന്ന തലങ്ങളുമായിട്ടേ നമുക്ക് ഞാൻ താതാത്മ്യപ്പെടാൻ സാധിക്കുള്ളൂ. മാറ്റം വരാത്ത ആ തലവുമായിട്ട് നമുക്ക് ആ തലത്തിൽ ഞാൻ ബോധത്തോടെ ഇരിക്കണമെങ്കിൽ, മാറ്റം വരാത്തതിൽ ഞാൻ എന്നുള്ള ബോധത്തെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ, ഈ തടസ്സമായിട്ട് വരുന്ന നൈസർഗികമായിട്ടുള്ള ജന്മസിദ്ധായിട്ട് നമ്മൾ ആരും ജനിച്ചു വന്നതിന് ശേഷം ഞാൻ ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ് എന്ന് ധ്യാനിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അത് നൈസർഗികമാണ്. അപ്പൊ അത്രയും ശക്തവുമാണ് ആ തെറ്റിദ്ധാരണ എന്നുള്ളത്. അത്രയും പഴകിയ തെറ്റിദ്ധാരണയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തിരുത്താൻ പെട്ടെന്ന് സാധിക്കുമോ? ഇല്ല. കുറെ ലോകത്തിൽ തന്നെ ചെറിയ ലൗകികമായിട്ടുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ന് വെച്ചാൽ നമ്മൾ പഴകിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിച്ചർപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രയത്നം അവിടെ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്ക് അനുഭവമായിരിക്കും. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ രാവിലെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഇടാനായിട്ട് നമ്മൾ ഈ ചുമരിന്റെ അടുത്തേക്ക് പോകുന്നു. എന്താ കാരണം? വരുന്ന ആളുകൾ ഇവിടെ ഇപ്പൊ 3-4 ദിവസം ശീലിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇന്ന സ്ഥലത്താണ് സ്വിച്ച് എന്നറിയാം. നമ്മൾ ലൈറ്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടെയൊക്കെ നമ്മൾ തിരിയും. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ എന്തോ റിപ്പയറിന് വേണ്ടിയിട്ട് റിപ്പയർ ചെയ്തിട്ട് സ്വിച്ച് ബോർഡ് മാറ്റി അപ്പുറത്തെ ചുമരിൽ വെച്ചു എന്ന് വെച്ചോട്ടെ. നമുക്കറിയാം നമ്മൾ തന്നെയാണ് അങ്ങനെയൊക്കെ വെപ്പിച്ചത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാധ്യത ഉണ്ടല്ലോ, പലർക്കും അനുഭവമല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഒരു സാധനം ഒരു സ്ഥലത്താണ് വെക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പുസ്തകം എന്തായിക്കോട്ടെ, ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചപ്പോ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പക്ഷെ അറിയാതെ പിറ്റേ ദിവസവും ഒരു പ്രവണത അല്ലേ? പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരുത്തു. അവിടെ അല്ലല്ലോ വെച്ചത്, അവിടെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തിരുത്തു. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു സംസ്കാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ശീലം. ഈ ദുശ്ശീലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് വളരെ ഇച്ഛാശക്തിയും പ്രയത്നവും അഭ്യാസവും വിപരീത അഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനാദി കാലമായിട്ട് ഈ ജീവന്റെ യാത്ര എപ്പോ തുടങ്ങിയെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ജന്മജന്മാന്തരമായിട്ട് ഊട്ടിയുറപ്പിച്ചു വന്നിട്ടുള്ള ഒരു ശീലം. എന്താണ് ആ ശീലം? മാറ്റം വരുന്ന ശരീരാദി ഉപാധികളിൽ അനിത്യമായിരിക്കുന്ന, ദുഃഖപൂർണമായിരിക്കുന്ന, പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഉപാധികളിൽ അഹം എന്നുള്ള താതാത്മ്യം വെച്ചിരിക്കുക. അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും എന്ത് വേണം? അത്രയും പ്രയത്നം മറുഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഭഗവാൻ ഗീതയിൽ പറയും, അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധക എന്ന് യോഗശാസ്ത്രത്തിലും സാധനയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഭാവത്തെ കുറിച്ച് പറയും. അഭ്യാസ വൈരാഗ്യങ്ങൾ. അഭ്യാസം അവിടെ പറയുന്നത് എന്താണ്? ആദ്യം
അഭ്യാസം ചെയ്യണം. എന്തഭ്യാസ ചെയ്യേണ്ടത്? എന്താണോ തെറ്റ് അതിന് വിപരീതമായിട്ടുള്ള അറിവിനെ നമ്മൾ അഭ്യാസം ചെയ്ത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഭ്യാസം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ എന്തഭ്യാസ ചെയ്യേണ്ടത്? ഞാൻ ശരീരാധിപാധികളല്ല, മറിച്ച് എന്താണ്? ഞാൻ നിത്യായിരിക്കുന്ന, ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ബോധമാണ് ഞാൻ. ആ ബോധസ്വരൂപമായിരിക്കുന്ന ഞാൻ ജനന മരണങ്ങളില്ലാത്തതാണ്. അതാണ് കേവലമായിരിക്കുന്ന സത്യം. ഈ ഒരു ബോധം നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താന്ന് ആദ്യം പരിശോധിക്കണം. എന്തൊക്കെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? നമ്മുടെ ഈ വിധത്തിലൊന്ന് ചിന്തിക്കാൻ തന്നെ നമ്മുടെ മനസ്സ് എന്തല്ല നമുക്ക് കയ്യിലില്ല. മനസ്സെന്താ ചെയ്യണത്? പല താതാത്മ്യങ്ങളിൽ അങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പല വ്യക്തിത്വ തലങ്ങളായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് അതിലൊക്കെ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അഭിരമിക്കാനാണ് മനസ്സിന് ഇഷ്ടമോ. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ ആദ്യം എന്ത് ചെയ്യണം? അതായത് ദൃഢമായിട്ടുള്ള കർത്തൃത്വ അഭിമാനത്തോട് കൂടിയിട്ടിരിക്കുകയാണ് ഇപ്പൊ. ഭോക്തൃത്വ അഭിമാനവും അത്രയും ദൃഢമാണ്. എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യണം. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തോണ്ട് മനസ്സ് നമ്മളെന്ന് വെച്ചാൽ അങ്ങനെയല്ല. മനസ്സിന്റെ ഒരു ഭാഗത്ത് അടുത്ത നിമിഷം എന്താ ചെയ്യാനുള്ളത്? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് നിർത്തിക്കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? അതിപ്പോഴേ പ്ലാൻ തുടങ്ങി മനസ്സിന്റെ ഒരു ഭാഗം അല്ലെ. പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊക്കെ വിഭജിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവന് പോയിട്ട് എന്ത് ചെയ്യണം? അടുത്ത പണി, അടുത്ത പണി, അടുത്ത പണി, അടുത്ത പണി. മനസ്സിങ്ങനെ നിരന്തരം പ്ലാനിങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ലതാണ് കേട്ടോ, മോശമില്ല. പക്ഷെ എന്താ പ്രശ്നം? അവിടെയൊക്കെ നമ്മള് താതാത്മ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഈ ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ ഇനി ചിലരെ അങ്ങനെയായിരിക്കും ഇനി അടുത്ത നിമിഷം എന്താ ചെയ്യേണ്ടതെന്നായിരിക്കും ആലോചിക്കുന്നത്. മനസ്സിന്റെ വേറൊരു പ്രവൃത്തി എന്താ ചോദിച്ചാൽ, ഇപ്പൊ നമ്മള് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചോട്ടെ. ആരെങ്കിലും നമ്മളെ നോക്കി ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് വിഷമകരമായിട്ടുള്ള അനുഭവവും ഉണ്ടാവാമല്ലോ. കാരണം നമ്മുടെ മനസ്സല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും? അഭിരമിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? ഒന്നുകിൽ കഴിഞ്ഞതിനെ കുറിച്ച്, അല്ലെങ്കിൽ വരാൻ പോകുന്നത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ നമുക്ക് കിട്ടിയ അനുഭവങ്ങളെ കുറിച്ചായിരിക്കും. ചിലപ്പോ നമ്മൾ ചെയ്തു പോയി, എന്നാലും ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ചിലപ്പോ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുവല്ലോ, അങ്ങനെ ചെയ്തുവല്ലോ. ആ കാര്യത്തെ കുറിച്ച് നമുക്ക് എവിടെയാണോ കൂടുതലായിട്ടൊരു താതാത്മ്യം ഉറച്ചിട്ടുള്ളത് ആ തലത്തിൽ നമ്മുടെ മനസ്സിങ്ങനെ വ്യവഹരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് കിട്ടണില്ല? മനസ്സിനെ ഈ സങ്കീർണതകളിൽ നിന്നും ഒന്ന് അഴിച്ച് എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോ ഇവിടെ നമ്മുടെ മനസ്സിന് നല്ലൊരു പരിശീലനം ആവശ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു തലത്തിൽ ഇപ്പൊ ഇവിടെ ഭഗവാൻ ചർച്ച ചെയ്യുന്ന ഈ ഒരു തലത്തിൽ പരിശീലനം എന്നുള്ളത് എന്ത് തന്നെയാണ്? ആത്മ അഭ്യാസം തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള പരിശീലനം. പക്ഷേ ആത്മാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് വെച്ചാൽ നമ്മളിലുള്ള ആ ഒരു മാറ്റമില്ലാത്ത സാക്ഷിഭാവത്തിൽ നിൽക്കാൻ ആവർത്തിച്ച് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും ഇവിടെ ഇരുന്ന്. പക്ഷെ നമ്മള് എന്താ പറയാ, സാക്ഷിഭാവം എന്നുള്ളത് ശരിയാണ്. നമ്മുടെ മനസ്സ് ശാന്തമാകുന്ന മുറയ്ക്ക് ആ സാക്ഷിഭാവത്തിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. അല്ലാത്തപ്പോ സാക്ഷി എവിടെയെന്ന് ഇങ്ങനെ നമ്മൾ അന്വേഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാ? നമുക്ക് ആ സാക്ഷിഭാവം സ്വാഭാവികമായിട്ട് നമ്മളിൽ തിരിച്ചറിയാനുള്ള ഒരു പാകത നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സാധനങ്ങളെ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുക. അവിടെയാണ് കർമ്മയോഗമൊക്കെ ഭഗവാൻ പറയുന്നത്. ഇവിടെയും പല വിധത്തിലുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ പറയാൻ പോകുന്നുണ്ട് തുടർന്നുള്ള ശ്ലോകങ്ങളിലായിട്ട്. പക്ഷെ ആരാണോ ഇത് അറിയുന്നത്, ഇതറിയുന്നത് എന്നിൽ ഈ പറഞ്ഞ കർമ്മങ്ങളോ അതിന്റെ ഫലമോ ലേപനം ചെയ്യപ്പെടുന്നില്ല. ഇത് പറയാൻ നമുക്കും അവകാശമുണ്ട്. എന്താ കാരണം? നമ്മളിലും ഉള്ളത് ആ ആത്മാ തന്നെയാണ്. എന്നിൽ കർമ്മങ്ങളില്ല, ഒട്ടും കർമ്മഫലത്തിലുള്ള സ്പൃഹയുമില്ല.
ഇതാണ് ഭഗവാന്റെ സ്വരൂപം. ഇത് ആരാണോ അറിയുന്നത്, ഇതി മാം യോഭിജാനാതി കർമ്മഭിർനസ ബധ്യതേ എന്ന് 14ാം ശ്ലോകത്തിൽ പറഞ്ഞു. നമുക്ക് മുന്നോട്ട് പോവാം. ഇതേ വിഷയം തന്നെയാണ് മുന്നോട്ടുമുള്ളത്. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുക്ഷുഭിഃ കുരു കർമ്മ ഇവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. എന്താണ് അറിയേണ്ടത്? ഇപ്രകാരം അറിഞ്ഞിട്ട്, അതായത് എന്നിൽ ആത്മസ്വരൂപത്തിൽ കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങൾ സാക്ഷിയായിരിക്കുന്ന എന്നില്ല എന്ന് അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ചിട്ട് പൂർവികരായിട്ടുള്ള മുമുക്ഷുക്കളും കർമ്മബന്ധത്തിൽ നിന്നും മുക്തരായിട്ടുണ്ട്. അതുകൊണ്ട് നീയും എന്ത് ചെയ്യൂ? ഗുരു ഏവം കർമ്മഗുരു പൂർവൈഹി പൂർവതരം കൃതം. പൂർവികരാൽ എങ്ങനെ അനുഷ്ഠിക്കപ്പെട്ടുവോ അതുപോലെ നീ എന്ത് ചെയ്യൂ? നിനക്ക് ചെയ്യാനുള്ള കാര്യത്തെ ചെയ്യൂ. ചെയ്യരുത് എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിലാക്കുക അല്ലെ. എനിക്ക് കർമ്മമൊന്നുമില്ല, എന്റെ കർമ്മഫലങ്ങളൊന്നും ബന്ധിക്കണില്ല എന്നറിഞ്ഞിട്ട് നീ ഒന്നും ചെയ്യാണ്ടിരിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇവിടെയാണ് ഗീതയുടെയും എന്ന് വെച്ചാൽ ഗീത നമുക്ക് ഏറ്റവും നല്ല ഉപദേശമായിട്ട് തീരുന്നത് ഇവിടെയാണ്. മനസ്സിലായി? അല്ലാതെ ഒന്നും ചെയ്യരുത് എന്നാ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീത പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ട് തീരും. പക്ഷെ ഇവിടെ ഭഗവാൻ അതല്ല പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ചെയ്യൂന്നാ പറയുന്നത്. ചെയ്യരുത് എന്ന് ഭഗവാൻ, ചെയ്യണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ലോകസംഗ്രഹം കണ്ടിട്ടെങ്കിലും നീ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു ഉപദേശം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. എന്താ സാധ്യമാണ്? ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? നമുക്ക് ആത്മജ്ഞാനമൊന്നും ഇല്ലാന്ന് വെച്ചോട്ടെ, ഇല്ലാത്ത തലത്തിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ട് എന്താ ചെയ്യണത്? ഞാനിങ്ങോട്ട് വന്നു വരുന്നതിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ ക്യാമ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു. അതിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കൂ. ഏത് ശക്തിയെ പ്രവർത്തിച്ചത്? എന്തോ ഒരു കർമ്മമാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. പല ഉത്തരവും അതിന് പറയാം. പക്ഷെ ഈ നിലയ്ക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളുടേതായിട്ടുള്ള ഒരു കർമ്മ സംസ്കാരമാണ് നമ്മളിവിടെ കൊണ്ടുചെന്നത്. നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കണം എന്നുള്ളതും എന്താണ്? ആ കർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. എന്തോ സമാനമായിട്ടുള്ള കർമ്മങ്ങൾ ഈ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ജീവന്മാരെ എന്തോ ചില സമാനമായിട്ടുള്ള കർമ്മങ്ങളിൽ സംബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഒന്നിച്ചു കൂടി ഇരിക്കുന്നത്. ഈ കർമ്മം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ പൂർവ്വജന്മങ്ങളിലായിക്കോട്ടെ ഇപ്പോഴുള്ള ജന്മത്തിലായിക്കോട്ടെ, ഈ കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണോ? നമ്മൾ ഉണ്ടാക്കിയതാണോ കാരണങ്ങൾ? ഞാൻ എന്ന് പറഞ്ഞ ഈ അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള ജീവന്റെ സൃഷ്ടിയാണ്. ജീവൻ ഉണ്ടാക്കിയതാണോ ഈ കാരണങ്ങൾ? നമ്മുടെ ശരീരം അല്ലെ? കുഞ്ഞിന് ജന്മം നൽകുന്ന, ഗർഭം ധരിച്ച് കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയ്ക്ക് പോലും അറിയില്ല എന്ത് ഈ കാരണങ്ങളൊക്കെ ഈ കുഞ്ഞിൽ എങ്ങനെയാ വളർന്നു വലുതാവുന്നത് എന്നുള്ളത്. ഒരു കോശത്തിൽ നിന്നും ഇങ്ങനെ അനന്തകോശങ്ങളും, അതും വ്യത്യസ്ത തലത്തിൽ പ്രവർത്തിക്കുന്ന അനന്തമായിട്ടുള്ള കോശങ്ങളോട് കൂടിയിട്ടുള്ളൊരു സങ്കീർണമായിട്ടുള്ള വ്യവസ്ഥയോട് കൂടിയിട്ടുള്ള ഒരു ശരീരസംഘാതം രൂപപ്പെടുകയാണ്. അത് ആ കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയ്ക്ക് പോലും അറിയില്ല അത് എങ്ങനെയാ രൂപപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാനുണ്ടാക്കി ആണോ നമ്മുടെ ശരീരം? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ ഇത് വളർന്നു വലുതായത്. ഇന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം അകത്തേക്ക് കഴിക്കാനുള്ള ആ ഒരു സാമർഥ്യം നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ആ ഒരു ഇച്ഛ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയതാണോ? ആലോചിച്ചു നോക്കൂ. ആ ഇച്ഛാശക്തി ഈ പ്രപഞ്ചത്തിലെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. ആണോ അല്ലയോ? ക്രിയാശക്തി ഈ സർവപ്രപഞ്ചത്തിലും കുടികൊള്ളുന്ന ക്രിയാശക്തിയുടെ ഭാഗമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ക്രിയാശക്തി. അല്ലേന്ന് ആലോചിച്ചു നോക്കൂ. ഇനി ഇന്ന ഭക്ഷണം കഴിച്ചാൽ വായിലേക്ക് വെച്ചാൽ അത് ഇറങ്ങിപ്പോവാനുള്ള ഒരു വ്യവസ്ഥ, അത് നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ആണോ? നമുക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ
തരക്കേടുണ്ടായിരുന്നില്ല. അപ്പൊ ചിലർ പറയും അങ്ങനെയല്ല, ഡോക്ടർമാർക്ക് അതിന് സാധിക്കും, എവിടെയെങ്കിലും അസുഖം ബാധിച്ചാൽ അവിടെ മാറ്റി വെക്കാനുള്ള കഴിവുണ്ട് അല്ലെ. പക്ഷേ ആ ഒരു സാധ്യത, അത് മാറ്റി വെക്കാൻ പറ്റും എന്നുള്ള സാധ്യത ഉണ്ടല്ലോ, ആ സാധ്യത നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. ആണോ? അല്ല. ഇനി അവിടെ വെച്ചാലും അത് യോജിച്ച് ശരീരത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചോളും എന്നുള്ള സാധ്യതയും നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയാൽ ഞാൻ ചെയ്യുന്നു അഭിമാനിക്കാൻ, ജ്ഞാനതലമൊക്കെ വിടുക, ജ്ഞാനതലത്തിൽ ഒന്നുമില്ല നമ്മൾ ചെയ്യുന്നതായിട്ട്. പക്ഷെ കേവലം അജ്ഞാന തലത്തിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ എല്ലാം ഒരു പ്രപഞ്ച വ്യവസ്ഥയ്ക്കനുസരിച്ച് സംഭവിക്കുന്നു എന്നല്ലാതെ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കാനായിട്ട് ഈ ലോകത്തിൽ വാസ്തവത്തിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ചിലർ പറയും ഞാൻ ഇവിടുന്ന് എണീക്കുന്നു, ഞാൻ ഇന്നത് ചെയ്യുന്നു, അവിടെയൊക്കെ ഞാനല്ലേ ചെയ്യുന്നത്. ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നാലും, അപ്പൊ അവിടെ അതെന്നെ മറുപടി എന്താണ്? ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നാലും എന്നെ പ്രേരിപ്പിച്ചിട്ട് അവിടുന്ന് ചെയ്യിക്കുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ശക്തിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യാണ്ടിരുന്നാ പോരെ? പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അതാണ് മറുപടി. ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നോളൂ. അതല്ല, ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? പിന്നെ സ്വന്തം പ്രകൃതിക്ക് വിട്ടുകൊടുക്കാതെ, അതായത് തന്റെ ആ ഒരു മനുഷ്യന്മാരാണെന്നുള്ളൂ, മറ്റു ജീവികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഓപ്ഷൻ ഒന്നും ഇല്ല, പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക മാത്രമേ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷെ മനുഷ്യനാണെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? രണ്ടു വഴിക്കും പോകാനുള്ള സാധ്യത മനുഷ്യനുണ്ട്. ഏതാണ് രണ്ട് വഴി? ഒന്ന് ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ഒരു വഴി, ഒന്ന് മറ്റൊന്ന് എന്താണ്? അസ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള വഴി. സ്വാതന്ത്ര്യത്തിന്റെ വഴി ഏതാണ്? നിത്യമായിരിക്കുന്ന തത്വത്തെ അഹം എന്നറിയാനുള്ള ഒരു വഴി. മറ്റേത് അനിത്യമായിട്ടുള്ളത് കെട്ടിക്കുടുങ്ങി 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 പോവാനുള്ള ഒരു വഴി. ഇങ്ങനെ രണ്ട് വഴിക്കും പോവാനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട് എല്ലാവരിലും. ആ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മശക്തിയെ നമുക്ക് നല്ല വഴിക്ക് തിരിച്ചു വിടേണ്ടതായിട്ടുണ്ട്. കർമ്മശക്തിയെ നമ്മള് നമ്മുടെ ഉത്കർഷത്തിന്റെ വഴിയിലൂടെ പ്രവർത്തിപ്പിക്കേണ്ടത്. ഇതാണ് അവിടെ മറുപടി. അതായത് ഒന്നും ചെയ്യാണ്ടിരുന്നാ പോരെ എന്ന് ചോദിച്ചാൽ സാധിക്കെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ എന്താണ്, എത്ര കാലം സാധിക്കും ഒന്നും ചെയ്യാണ്ടിരിക്കാൻ? കർമ്മണ്യ കർമ്മയ പശ്യേത കർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളടത്തും എന്തുണ്ട്? കർമ്മണ്ട്. അതാണ് അടുത്ത ശ്ലോകം, 18ാമത്തെ ശ്ലോകം പറയുന്നത് തന്നെ അതാണ്. ഒരാള് വിചാരിക്കുകയാണ് ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവിടെയും ചെയ്യുന്നില്ല എന്നുള്ള അഭിമാനം ഉള്ളിടത്തോളം കാലം അതും കർമ്മം തന്നെയാണ്. അകർമ്മത്തിലും എന്തുണ്ട്? കർമ്മമുണ്ട്. അകർമ്മത്തിലും കർമ്മമുണ്ട്. എന്താ അകർമ്മം? സാധാരണഗതിയിൽ അകർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ്? കരണങ്ങളൊക്കെ ഉപസംഹരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അകർമ്മമാണ്. ഒന്നും ചെയ്യാണ്ടിരിക്കലാണ് അകർമ്മം. പക്ഷെ അവിടെ എന്തുണ്ട്? ചെയ്യലുണ്ട്, വലിയ ചെയ്യലുണ്ട്. ചെയ്യാനുള്ള പ്രവണതയൊക്കെ അടക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ അത് തന്നെ വലിയൊരു പ്രവൃത്തിയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാൽ ചെയ്യുമ്പോഴും ഒരു ഭാഗത്ത് ചെയ്യാതിരിക്കുമ്പോഴും ചെയ്യലുണ്ട്, മറുഭാഗത്ത് ചെയ്യുമ്പോഴും ഒന്നും ചെയ്യലില്ല. ആ വിദ്യ പഠിക്കേണ്ടതെന്നാണ്. അപ്പൊ ആ വിദ്യ പിടികിട്ടിയാൽ പിന്നെ എന്താണ്? എപ്പോഴും അനായാസമായിട്ട് സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. ചെയ്തുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. എല്ലാ പണിയും ഒടുങ്ങി എനിക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണ്ട. പിന്നെന്താണ്? എല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കണം. അതാണ് ഗീത നമുക്ക് പഠിപ്പിച്ചു തരുന്ന കുശലത എന്നുള്ളത്. മനസ്സിലായില്ലേ? ആ കുശലതയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അങ്ങനെ ആ കുശലത ആരാണോ നേടിയിട്ടുള്ളത് അയാളാണ് ബുദ്ധിമാൻ. സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത. അയാളാണ് യുക്തൻ. സഹ കൃഷ്ണ കർമ്മകൃത്. അയാളാണ് കർമ്മം മുഴുവൻ ചെയ്തവൻ. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ. ഇവിടെ ഇത് പറയുന്നതിന് മുന്നേ ഭഗവാൻ പറയുന്നത് ഈ വിഷയം ഉണ്ടല്ലോ അത്ര എളുപ്പമല്ല. ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണയാണ്.
ചിലർ വിചാരിക്കുന്ന ഒന്നും ചെയ്യാണ്ടിരിക്കലാണ് കർമ്മരഹിതമായിരിക്കുന്ന സ്ഥിതി എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിത തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത് എന്ന് 16-ാം ശ്ലോകത്തിൽ 15-ാം ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ട് ഭഗവാൻ പറയും. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നൊക്കെയുള്ള വിഷയത്തിൽ കവയഃ അപി അത്ര മോഹിതാഃ, കവികൾ പോലും വലിയ എന്താ പറയാ ചിന്താവിശാരദന്മാരായിട്ടുള്ള ആളുകൾ പോലും, ശാസ്ത്രവിശാരദന്മാരായിട്ടുള്ള ആളുകൾ പോലും അത്ര മോഹിതാഹ, അവർ പോലും മോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് കർമ്മം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ശരിക്കും എന്താണ് കർമ്മം എന്ന് പറഞ്ഞു തരാം. കർമ്മത്തിൽ നിന്നും അറിയാനുണ്ട്. കർമ്മണോഹ്യ വിബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോഗതി. ഈ ശ്ലോകങ്ങളൊക്കെ പ്രഭാഷണ രൂപത്തിൽ ഇവിടെ പറഞ്ഞതാണ്. കർമ്മത്തിൽ നിന്ന് അറിയേണ്ടതുണ്ട്, അകർമ്മത്തിൽ നിന്ന് അറിയേണ്ടതുണ്ട്, വികർമ്മത്തിൽ നിന്നും അറിയേണ്ടത്. കർമ്മണോഹ്യ എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ രൂപം എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്, അകർമ്മത്തിന്റെ സ്വരൂപം എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്, വികർമ്മത്തിന്റെ പ്രകൃതം എന്താണെന്നുള്ളതും അറിയേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതറിഞ്ഞാൽ എന്താണ് ഗുണം? ആ ഗുണമാണ് നമ്മളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. എന്താ ഗുണം? യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഇതറിഞ്ഞാൽ എല്ലാ അശുഭത്തിൽ നിന്നും മുക്തന്മാരായിട്ട് തീരാൻ സാധിക്കും. എവിടെയാ അത് പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? കണ്ടു ആരെങ്കിലും? യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത് എന്നെവിടെയാ പറഞ്ഞിരിക്കുന്നത്? 16-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മടിയിൽ വരച്ചു വെച്ചോ. എന്താണ്? ഇതറിഞ്ഞാൽ എല്ലാ അശുഭത്തിൽ നിന്നും മുക്തന്മാരാവാൻ സാധിക്കും. അപ്പോ നമ്മുടെ സമയം വ്യർത്ഥല്ല എന്നർത്ഥം. എന്തിനു വേണ്ടിയിട്ടുള്ള സമയം? ഗീത പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം, ശാസ്ത്രവിചാരത്തിന്, സൽപ്രവൃത്തികൾക്ക് അല്ലെ നമ്മൾ വിനിയോഗിക്കുന്ന സമയം. ചിലരെന്താ പറയാ, വെറുതെ ഒരു ആകെ കൂടിയുള്ള ഒരു ഒഴിവുകാലാണ് അല്ലെ. പക്ഷെ എന്ത് ചെയ്തു? വെറുതെ കളഞ്ഞു. അവിടെ പോയിട്ട് ഇങ്ങനെ ആശ്രമത്തിൽ ക്യാമ്പിന് പോയിട്ട് എന്താപ്പം നേട്ടമുണ്ടായത് എന്നാണ്. എന്തുണ്ടായത്? നമ്മൾ വിചാരിക്കും എന്താ ഒരു നേട്ടം ഉണ്ടായത് അല്ലെ. പക്ഷെ ഏറ്റവും വലിയ നേട്ടം, ആ നേട്ടത്തിലേക്കുള്ള വഴിയാണ് നമുക്ക് ഭഗവാൻ തുറന്നു തരുന്നത്. ഇതറിഞ്ഞാൽ മോക്ഷ്യസേ അശുഭാത്, സർവ അശുഭങ്ങളിൽ നിന്നും മുക്തന്മാരായിട്ട് തീരാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എല്ലാ അശുഭങ്ങളും നീങ്ങണം, സുഖമായിട്ട് ഇരിക്കാൻ പറ്റണം, ആനന്ദമായിട്ട് ഇരിക്കാൻ പറ്റണം. ഭഗവാൻ എന്താ നമ്മളോട് പറയാനുള്ളത്? ആനന്ദം ഇങ്ങനെ അന്വേഷിച്ച് അലഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആനന്ദ സ്വരൂപനാണ് നീ. എന്തോ കർമ്മം ചെയ്ത് നേടേണ്ടതൊന്നും അല്ല ആനന്ദം. ആനന്ദിയായിട്ട് നീ കർമ്മം ചെയ്യേ, അതാ വേണ്ടത്. മനസ്സിലായില്ലേ? ആനന്ദ സ്വരൂപമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യൂ? ആ ആനന്ദത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നിനക്ക് ചെയ്യാനുള്ള പ്രവൃത്തികളെ നീ ചെയ്യൂ. അതാണ് നീ വേണ്ടത്. അതിനെന്താ വേണ്ടത്? അറിയണം. എന്തറിയണം? ആനന്ദ സ്വരൂപമാണെന്ന് അറിയണം. ഇത്രയേ ഉള്ളൂ എന്ന് ചോദ്യം. പക്ഷെ അതാ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സ്വരൂപമായിട്ടും അറിയുന്നില്ല എന്നുള്ളതാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത്. ശരി, എന്താ അറിയാത്തത്? അതിന് കാരണമുണ്ട്, പരിഹരിക്കാനുള്ള വഴിയുണ്ട്. അതാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് 18-ാം ശ്ലോകത്തിൽ കർമ്മരഹസ്യത്തെ കുറിച്ച് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കർമ്മരഹസ്യം എല്ലാവർക്കും പിടികിട്ടിയോ? എന്താണ് കർമ്മരഹസ്യം? ഗീത 4-ാം അധ്യായം കേട്ടുപോയിട്ട് കർമ്മരഹസ്യം മനസ്സിലായില്ല എന്നാരും പറയരുത്. എന്താ കർമ്മരഹസ്യം? കർമ്മരഹസ്യം എന്താണ്? കർമ്മം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ഒരാൾ ഇരിക്കുമ്പോഴും അയാൾക്ക് കർമ്മമുണ്ട്. എന്നാ കർമ്മം ചെയ്യുമ്പോഴും കർമ്മമില്ലാത്ത അവസ്ഥയും ഉണ്ടാവാം. കർമ്മം എന്നുള്ളത് എന്തിനെ അപേക്ഷിച്ച് നിൽക്കുന്നതാണ്? കർത്തൃത്വത്തെ അപേക്ഷിച്ചിട്ടാണ് കർമ്മമുള്ളത്. ഈ കർത്തൃത്വം എന്നുള്ളതാവട്ടെ എവിടെ വരുന്നതാണ്? ശരീരാദി ഉപാധികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ധകരണത്തിലുള്ള ഒരു വൃത്തിയാണ് എന്ത്? അന്ധകരണത്തിലുള്ള വൃത്തി, അഥവാ ആ വൃത്തി രൂപമായിട്ട് അന്ധകരണം തന്നെ നിലകൊള്ളുന്നു. എന്താണ് ആ വൃത്തി? ഞാൻ എന്നുള്ള വൃത്തി. ഞാൻ എന്നുള്ള ബോധമല്ല, മറിച്ച് ഞാൻ എന്നുള്ള വൃത്തി എവിടെ ഉണ്ടാവുന്നു? ശരീരാദി
ഉപാധികളില്. ആ വൃത്തിയോട് കൂടിയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ജീവൻ എന്ന് പറയും. ആ ജീവൻ ഓരോരോ ഉപാധികളിലൂടെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. എന്തറിയാതെ? എന്തിനാ ഉപാധികളിലൂടെ മാറി സഞ്ചരിക്കുന്നത്? എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട്, അല്ലെ? പോരായ്മ ഉണ്ട്, അതിനെ നികത്തണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ വേദാന്തത്തിലേക്ക് എത്തുമ്പോ ആ വഴി മാറി. ഇനി എന്തെങ്കിലും ചെയ്ത് നേടണം എന്നുള്ള തെറ്റിദ്ധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാണ്ടായി. ചെയ്ത് നേടേണ്ടതല്ല, മറിച്ച് എന്നിൽ തന്നെയുള്ള ആ ഒരു പൂർണ്ണതയെ അറിയുന്നതിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ അന്വേഷണത്തെ സഫലീകരിക്കാൻ സാധിക്കുള്ളൂ. പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അന്വേഷണം എപ്പോഴാണ് സഫലാവണത്? എന്തോ നേടുമ്പോഴല്ല സഫലാവണത്, മറിച്ച് നേടണം എന്നുള്ള ചിന്ത അസ്തമിക്കുമ്പോഴാണ്. ആ ചിന്തയെ നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ സാധിക്കുമ്പോ മനസ്സിന് എന്തൊരാശ്വാസം ഉണ്ടാവും, അല്ലെ? മനസ്സിൽ എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു ചിന്ത, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു ചിന്തയെ നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും മനസ്സിൽ നിന്നൊന്ന് നീക്കാൻ, മനസ്സിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ സാധിച്ചാൽ തന്നെ വലിയൊരു ശാന്തി നമ്മളിൽ അനുഭവിക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്താണ് ഇപ്പൊ നമുക്ക് എത്ര കഴിവുണ്ട് നോക്കണല്ലോ, അല്ലെ? എല്ലാവരും കഴിവുള്ളവർ അവിടെ ഇരിക്കുന്നവരൊക്കെ, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ എന്താണ് ഒരു അഭ്യാസം ചെയ്യേണ്ടത് എന്നാണെങ്കിൽ, ഒന്ന് കണ്ണടച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തൽക്കാലത്തേക്ക് മാത്രാട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇന്നതൊക്കെ ചെയ്യാനുണ്ട്, ഇന്നതൊക്കെ ചെയ്യാനുണ്ട്, ആ ഒരു ചിന്തയെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താം. നമുക്ക് ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. കണ്ണടച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട്, എന്തെങ്കിലും നേടാനുണ്ട്, അതൊക്കെ നേടണം, ഇതൊക്കെ നേടണം എന്നുള്ള ആ ഒരു ചിന്തയെ തൽക്കാലത്തേക്കൊന്ന് പതുക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ എന്നുള്ള ഭാഗത്തെയും ഒന്ന് പതുക്കെ ഒന്ന് വിട്ടു നോക്കൂ. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതിലൊക്കെയാണ് ഞാൻ എന്നുള്ള അഭിമാനം നമുക്കുള്ളത്. ആ ഞാൻ എന്നുള്ളതിനെയും ഒന്ന് മാറ്റി പിന്നെന്താണോ അവശേഷിക്കുന്നത്, ആ അവശേഷിക്കുന്ന ഒരു ശാന്തമായിരിക്കുന്ന ഒരു തലമുണ്ട് നമ്മളിൽ. ആ തലത്തിലേക്ക് ഒരു സെക്കൻഡെങ്കിലും നമുക്ക് നമ്മുടെ ബോധത്തെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ സാധിച്ചാൽ അതൊക്കെ കണ്ണു തുറന്നോളൂ. എന്ത് സംഭവിച്ചു? കണ്ണടച്ചിരുന്നപ്പോ എന്തോ ഒരു സുഖം, അല്ലെ? ഒന്ന് കണ്ണടച്ചിരിക്കുമ്പം തന്നെ നമുക്ക് എന്തോ ഒരു സുഖം ഉണ്ടാവണില്ലേ? പ്രത്യേകിച്ച് ശാസ്ത്രമൊക്കെ കേൾക്കുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നമ്മളൊന്ന് കണ്ണടച്ചിട്ട്, ഇതാണല്ലോ ശാസ്ത്രത്തിന് ആത്യന്തികമായിട്ട് പറയാനുള്ളത്. എന്താണ്? നമ്മളിൽ തന്നെ ഈ ഒരു ശാന്തിയുടെ ഒരു തലമുണ്ട് എന്നുള്ളതാണ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ താതാത്മ്യം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഈ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ നേടാനുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു വ്യഗ്രതയെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കുമ്പോൾ തന്നെ നമുക്കുള്ളിൽ അനുഭവപ്പെടുന്ന എന്താണ്? നിഷ്ക്രിയത്വം എന്ന് വെച്ചാൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. അത് കുഴപ്പമില്ലെന്നേ, ഇല്ല, പ്രശ്നമില്ല. എന്താ കാരണം എന്നറിയോ? എന്താന്ന് വെച്ചാൽ
ഭഗവാൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നഹി കശ്ചിത് ക്ഷണമപി ജാതിഷ്ഠിത്യ കർമ്മകൃത് കാര്യദേഹ്യ അവശഃ കർമ്മ സർവ പ്രകൃതി ഗുണൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷ്ക്രിയത്വമൊക്കെ എത്ര നേരം ഉണ്ടാവും? കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ നമ്മൾ അകപ്പെട്ടിരിക്കണം. അപ്പൊ അത് കുറച്ചധികം നീണ്ടു നിന്നത്. അല്ലെങ്കിൽ പ്രകൃതിജമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളെ പ്രേരിപ്പിച്ചോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊരു അത് ശരി. കുറച്ചും കൂടി ഉയർന്ന തലത്തിലാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ തൽക്കാലം നമുക്ക് സമയമായി എന്നുള്ളത് കൊണ്ട് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. ഏതായാലും ഇനി ഈ ഒരു തലത്തെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. ആ തല ഉള്ളിൽ എപ്പോഴും ഉണ്ടല്ലോ, അല്ലെ? കേൾക്കാൻ സാധിക്കും. നമുക്ക് പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സാധിക്കും. സാധിക്കുമോ? സാധിക്കും. പക്ഷെ അഭ്യാസ ബലം വേണം. എന്താ അഭ്യാസം വേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് ഈ ഒന്നുമായിട്ടും താതാത്മ്യമില്ലാത്ത ശാന്തമായിരിക്കുന്ന തലത്തിലേക്ക് ഒന്ന് കൂളിയിട്ടിറങ്ങുക. അതിന് ജപത്തിന്റെ സഹായമാണ്. നമ്മളെ ജപ സഹായം സ്വീകരിക്കാം. അതൊക്കെ പറയാൻ പോകുന്നുണ്ട്. പ്രാണായാമങ്ങളുടെ സഹായം സ്വീകരിക്കാം. ഏത് ഉപായത്തെ സ്വീകരിച്ചിട്ടായാലും ഇനി വിചാരത്തിന്റെ സഹായം കൊണ്ട്, കേവലം വിചാരം കൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നു വെച്ചാൽ യാതൊരു പ്രശ്നവും ഇല്ലാന്താനും. വിചാരം എന്ന് വെച്ചാൽ കാട് കയറിയിട്ടുള്ള വിചാരമല്ല, മറിച്ച് ആത്മവിചാരം. ആത്മസംസ്ഥം മനഃകൃത്വ കിഞ്ചിതപ്പി ചിന്തയേത്. 6-ാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സങ്കല്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈരുപരമേത് ധൃത്യാ ബുദ്ധ്യാ ധൃതി ഗൃഹീത്യ ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിതപ്പി ചിന്തയേത്. ഇത് ഇടയ്ക്കിടയ്ക്ക് അഭ്യസിക്കാനുള്ളതാണ്. മനസ്സിലായി? മനസ്സ് ശാന്തമാണെന്ന മുറയ്ക്ക് നാമം ജപിക്കുന്നു, അല്ലെ, കീർത്തനങ്ങൾ ചൊല്ലുന്നു, ഒക്കെ ചെയ്യുന്നു. എന്നിട്ടോ എണീറ്റ് ഓടിപ്പോയിട്ട് നാട്ടുവർത്താനം പറയുന്നു. ഈ മനസ്സൊന്ന് ശാന്തമായി കിട്ടാൻ എത്ര പ്രയാസമാണ്. എന്നിട്ട് ആ ശാന്തസ്ഥിതി, ജപമൊക്കെ ചെയ്യുമ്പോ ഇത്തിരി ശാന്തസ്ഥിതി വരും. എന്നിട്ട് ആ ശാന്തസ്ഥിതി വരുമ്പോ ഉടനെ എണീറ്റ് പോയിട്ട് കുത്തിക്കലം. എന്തൊരു കഷ്ടാന്നാലോചിച്ചു. ആ ശാന്തസ്ഥിതിയെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ അനുവദിക്കുന്നില്ല. പകരം എന്ത് ചെയ്യാ? ഇടയ്ക്കിടയ്ക്ക് എപ്പോഴാണോ നാമം ജപിച്ചിട്ടോ, എങ്ങനെ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ടോ, മഹാത്മാക്കളുടെ സന്നിധിയിലോ, തീർത്ഥസ്ഥാനത്ത് പോകുമ്പോഴോ, പ്രാണായാമം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോഴോ, അല്ലെ, ഒരു നല്ല ഗാനം കേൾക്കുമ്പോ, സംഗീതത്തിനൊക്കെ വലിയ സാധ്യതകൾ ഉണ്ടല്ലോ. അപ്പോഴൊക്കെ ആയിരിക്കാം ഈ ഒരു ശാന്തി നമുക്ക് മനസ്സിലുണ്ടാവുന്നത്. അപ്പോ വേദാന്ത വിചാരത്തെ, നമ്മൾ ശ്രവണ സംസ്കാരം ഉണ്ടെങ്കിൽ ആ വേദാന്ത വിചാരം ഉണർന്നു വരും. നമ്മൾ ശാസ്ത്രം ശ്രമിച്ചിട്ടുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടെങ്കിൽ ആ ഒരു സംസ്കാരം സ്വാഭാവികമായിട്ട് ഉണർന്നു വരും. അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് കുറച്ചു നേരം ശാന്തമായിട്ടൊക്കെ ഇരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ശാന്തി നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആത്മബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ആ സ്വരൂപത്തിലേക്ക് ഉറപ്പിക്കണം. എന്ത്? ഈ ശാന്ത സ്വരൂപമാണ് ഞാൻ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ളതൊക്കെ മായാ നാടകം മാത്രമാണ്. ശരിയാണ്. ഈ മായാ നാടകത്തിൽ എനിക്കൊരു റോളുണ്ട് ചെയ്യാനായിട്ട്. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവാൻ വരെ ചെയ്തിട്ടുണ്ട്, പിന്നെയല്ലേ? അപ്പൊ ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്? ഈ മായാ നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള വേഷങ്ങളാണ്. ആ രംഗങ്ങളൊക്കെ ഞാൻ അഭിനയിച്ച് തകർക്കുമ്പോഴും ഉള്ളിൽ എന്തറിയണം? ഈ വേഷത്തിനുപരിയുള്ള നടനാണ് ഞാൻ എന്നൊരു അഭിനേതാവ് എങ്ങനെയാണോ അറിയുന്നത്, അതുപോലെ അറിയണം. വേഷം അടിച്ചു വെക്കുമ്പോ മാത്രല്ല അയാൾക്ക് അറിയാം എന്ത് ഞാൻ ഇന്നയാളാണെന്നുള്ളത്. വേഷം കെട്ടി അഭിനയിക്കുമ്പോഴും അയാളിങ്ങനെ സ്വയം ബോധം ഉറപ്പിക്കണമെന്നില്ല കേട്ടോ. ഞാൻ മറന്നുപോയി, അയ്യോ മറന്നു പോകാൻ പാടില്ല, ഞാൻ ഇന്നയാളാണ് എന്ന് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അയാൾക്ക് അറിയാം ഞാൻ ആരാണെന്നുള്ളത്. അതുപോലെ ഒരു അയത്നമായിട്ട് അഹമാത്മാ സച്ചിദാനന്ദ സ്വരൂപക ശാന്തസ്വരൂപക, ഞാൻ ആനന്ദ സ്വരൂപമാണ്. എനിക്ക് ശാന്തി നേടേണ്ടതില്ല, എന്റെ സ്വരൂപത്തിൽ ശാന്തി ഉണ്ട്. ഇനി ഇത് അറിയുന്നില്ല, അങ്ങേറ്റം ദുഃഖിച്ചിരിക്കുമ്പോഴും എന്ത് ചെയ്യാം? വെറുതെ പറയാ. എന്ത് പറയാ? ഞാൻ ആനന്ദ സ്വരൂപമാണ്. ഒരു 4-5 പ്രാവശ്യം അവിടെ ഇരുന്നെന്ന് പറയാ.
അതല്ല കേൾക്കണത്. ഗീതയിൽ എന്താ ഭഗവാൻ പറയണത്? ആനന്ദ സ്വരൂപമാണ് നീ എന്നാ പറയണത്. അപ്പൊ ഭഗവാന്റെ വാക്കാണ് ആനന്ദ സ്വരൂപമാണ് ഞാൻ എന്നൊരു 4-5 പ്രാവശ്യം പറയുമെങ്കിലും ചെയ്യുക. അതിന് പോലും ഫലമുണ്ട്. സംശയമുണ്ടോ? ഒരു സംശയമില്ല, അതിന് പോലും ഫലമുണ്ട് എന്നാ പറയുന്നത്. ഏതായാലും ആ ഒരു വിദ്യ കർമ്മം ചെയ്യുമ്പോഴും കർമ്മമൊന്നും ഇല്ലാതിരിക്കാനാണ്. കർമ്മണ്യ കർമ്മയ പശ്യേത്. കർമ്മം ചെയ്യുമ്പോഴും കർമ്മമില്ലാതിരിക്കാൻ. ഇത് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിചാരം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നാലോ. അതും കൂടി പറയട്ടെ. നമ്മളൊരു ഭാഗത്തിന് ഇപ്പൊ കുറച്ച് കർത്തൃത്വമൊക്കെ അവിടെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ആ കർത്താവ് ആരായാൽ മതി? ആ കർത്താവ് ഈശ്വരന്റെ പാദങ്ങളിൽ ഇരിക്കുന്ന ഒരു കർത്താവായാൽ മതി. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഈശ്വരന്റെ കർമ്മമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കർത്താവായാൽ മതി. അല്ലാതെ ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് എണീറ്റ് പോകുന്ന സമയത്ത് ഞാൻ അയ്യോ ഇത് ചിന്ത ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നിട്ട് നമ്മൾ ചിന്ത കുഴപ്പമുണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈശ്വര ആ ഒരു എന്താ പറയുക, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സമർപ്പണ ഭാവത്തെ, അതായത് ഈ ജീവന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ഭാവം, ഞാനാണ് എന്നുള്ള അഹങ്കാരം ഇരിക്കുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഭാവം, ഞാൻ ഈശ്വരന്റെ ഉപകരണമാണ് എന്ന ഭാവം നമുക്ക് വരുമ്പോൾ നമ്മളിൽ നമുക്ക് ഉണർത്താൻ പറ്റുന്ന, ഈ ജീവതലത്തിൽ നമുക്ക് ഉണർത്താൻ പറ്റുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവമാണ്. ആ ഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിൽ എന്ന് വെച്ചാൽ ദിവസവും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ 24 മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരമെങ്കിലും മനസ്സിനടക്കി കുറെ നാമജപാദികളൊക്കെ ചെയ്ത് കുറച്ചു നേരം മനസ്സിനടക്കിയിരിക്കാൻ പരിശീലിക്കുക. പിന്നെ ശാസ്ത്രശ്രവണം വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് മറവി എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കുന്നുള്ളത് കൊണ്ട് തന്നെ മറവി വരുമ്പോൾ എന്ത് ചെയ്യണം? ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഓർമ്മപ്പെടുത്തല് അതിന് ശാസ്ത്രശ്രവണം അനിവാര്യമാണ്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രമേണ ചിത്തം ശുദ്ധമാകുന്ന മുറയ്ക്ക് ഇത് ഒരു അനായാസമായിട്ട് സംഭവിക്കേണ്ടതാണ്. എന്ത്? അഹം അകർത്ത എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവ് എന്നുള്ളത് ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് സംഭവിക്കേണ്ടതല്ല, അനായാസമായിട്ട് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാൻ അകർത്തമാണെന്ന് ഓർമ്മിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളൊരു ചിന്താക്കുഴപ്പം നമ്മളിൽ സൃഷ്ടിക്കേണ്ട. ചെയ്യുന്ന കർമ്മത്തിൽ അങ്ങേയറ്റം സമർപ്പണ ഭാവത്തോടു കൂടി പൂർണ്ണമായിട്ട് മുഴുകി ചെയ്യുക. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ പ്രസന്റിൽ നിന്നുകൊണ്ട് അല്ലെ നമ്മൾ മുഴുകി ചെയ്യുമ്പോൾ എന്താണ്? ബാക്കിയെല്ലാം കിട്ടും. ഇതിന്റെ ഫലം എന്താ വരാൻ പോണെന്നുള്ള ചിന്തയില്ല. അയ്യോ ഇന്നതൊക്കെ ചെയ്തു പോയി അങ്ങനത്തെ ഭൂതഭാവികളൊന്നും നമ്മൾ എന്ത് ചെയ്യണില്ല, അലട്ടുന്നില്ല. ആ ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മളുടെ മുഴുവനും ശ്രദ്ധയും. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും അതിന് മുഴുകി അങ്ങോട്ട് ചെയ്യാം. കർത്തൃത്വം ഉണ്ടല്ലോ എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കണ്ട. ആ കർത്തൃത്വം ഒന്നും വിഷയമല്ല. നമ്മൾ ആ ചെയ്യുന്ന കർമ്മത്തിൽ അങ്ങേറ്റം മുഴുകിയിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ. അതുപോലെ ചെയ്യുന്ന കർമ്മത്തിന്റെ പർപ്പസ്, ഉദ്ദേശവും വളരെ പ്രസക്തമായിട്ടുള്ളതാണ് കേട്ടോ. ഇല്ലയെന്ന് വെച്ചാ ഒരാൾ പോക്കറ്റ് അടിക്കുമ്പോഴോ അയാൾ എന്താ ചെയ്യണത്? വളരെ മുഴുകിയിട്ടാ ചെയ്യണത്. അതുപോലെ ചെയ്യുന്ന കർമ്മം സാത്വികമായിരിക്കണം. സാത്വികമായിട്ടുള്ള കർമ്മത്തിൽ ഈശ്വരാർപ്പണ ഭാവത്തിൽ മുഴുകി ചെയ്യുക. അങ്ങനെ മുഴുകി ചെയ്താലോ ക്രമേണ ക്രമേണ ഈ കർത്തൃത്വത്തിന്റെ ബലം കുറഞ്ഞു കുറഞ്ഞ് വരും. അങ്ങനെ കുറഞ്ഞു വരുന്ന മുറയ്ക്ക് അനായാസമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ചെയ്യും. ഈ ഒരു രഹസ്യമാണ് നമുക്ക് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഇത് തന്നെ പണ്ഡിതന്റെ ആത്മജ്ഞാനിയുടെ നില എന്താണ്, എങ്ങനെയാണ് അദ്ദേഹം ലോകത്തിൽ വർത്തിക്കുന്നത് എന്നുള്ള വിഷയങ്ങളാണ്. ആത്മജ്ഞാനിക്ക് തന്നെ 2 വിധത്തിൽ ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഒന്നെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരം കേവലം കർമ്മകുർവൻ, അതായത് ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്ത് ബാഹ്യ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഏകാന്തമായിട്ട് കേവലം നിവൃത്തിസ്ഥനായിട്ടിരിക്കാൻ സാധിക്കും. മറ്റേ തലം എന്താണ്? ലോകത്തിൽ ഭഗവാനെ പോലെ അല്ലെ, ശങ്കരാചാര്യ സ്വാമികളെ പോലെ വിജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കൾ, ശാസ്ത്ര പ്രവൃത്തി ചെയ്ത മഹാത്മാക്കളെ പോലെ ലോകത്തിൽ ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്തു. ഇനി പറയാണ്, ഒരു ആൾക്ക് തത്വജ്ഞാനം ഉണ്ടായി. എവിടുന്നാ തത്വജ്ഞാനം ഉണ്ടായത്? അയാൾ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോഴാ തത്വജ്ഞാനം ഉണ്ടായത്. ഉണ്ടാവില്ല എന്ന് വല്ല വ്യവസ്ഥയുണ്ടോ? സന്യസിച്ചാലേ ആത്മജ്ഞാനം ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലെ. സന്യസിച്ചാലും ശരി, സന്യസിച്ചിട്ടില്ലെങ്കിലും ശരി, ആർക്കാണോ ഈ ഒരു
സാക്ഷിഭാവത്തിലേക്ക് ആത്മഭാവത്തെ, ഞാൻ എന്നുള്ള ഭാവത്തെ ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുള്ളത് അയാളൊക്കെ ആരാണ്? മുക്തനാണ്. അയാൾ എവിടെയായാലും മുക്തൻ തന്നെയാണ്. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം, അല്ലെ? ഭോഗരതോ വാ യോഗരതോ വാ സംഗരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യവ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. അപ്പൊ പ്രധാനം എന്താന്ന് വെച്ചാൽ ആ ചിത്തം എവിടെയാണ് രമിക്കുന്നത്, ചിത്തത്തിലുള്ള ബോധം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ശരി, അങ്ങനെ ഒരാൾ ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ അയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടായി. ഗൃഹസ്ഥാശ്രമ വ്യവസ്ഥയിൽ അയാൾ കഴിയുന്ന ആ ഘട്ടത്തിൽ അയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടായി. അയാളുടെ എന്തോ പ്രാരബ്ധം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സന്യസിക്കാൻ പറ്റില്ല. സന്യസിക്കാൻ എന്ന് വെച്ചാൽ എന്താണ്? വിവിധ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ കർമ്മത്തിൽ നിന്ന് അയാളുടെ കർത്തവ്യ, ലൗകികമായിട്ടുള്ള കർത്തവ്യത്തിൽ നിന്ന് അയാൾക്ക് നിവൃത്തി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് വെച്ചോട്ടെ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അയാള് പിന്നെ സംസാരിയല്ല. അയാൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ട ചെയ്യുന്നുണ്ട്, ഭാര്യയ്ക്ക് വേണ്ട ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ട ചെയ്യുന്നുണ്ട്. അയാൾക്ക് അമ്മയും ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടോ? സത്യത്തിൽ ഇല്ല. അയാൾ തന്നെ ഇല്ല, പിന്നല്ലേ ഭാര്യയും കുട്ടികളും. അയാൾ തന്നെ ഇല്ല പറഞ്ഞാൽ ആ വ്യക്തി തലത്തിൽ അയാളെ തന്നെ അയാൾ കാണുന്നില്ല. അയാള് സമ്പൂർണമായിരിക്കുന്ന ആ ആനന്ദ സച്ചിദാനന്ദ സ്വരൂപമായിട്ടാണ് തന്നെ കാണുന്നത്. ബാക്കി അയാള് വീട്ടിൽ കഴിഞ്ഞാലും ശരി, നാട്ടിൽ കഴിഞ്ഞാലും ശരി, കാട്ടിൽ കഴിഞ്ഞാലും ശരി, അയാൾ ആരാണ്? അയാളുടെ ചിത്തം ബ്രഹ്മത്തിൽ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അയാൾക്ക് കർമ്മമില്ല. അതാണ് അവസാനം 23ാമത്തെ ശ്ലോകത്തിൽ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായ കർമ്മ ആചരതഃ സമഗ്രം പ്രവിലീയത്തെ എന്നുള്ള ശ്ലോകത്തിന്റെ ആമുഖമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയത്തെയാണ്. അയാൾ എവിടെ വെച്ചിട്ട് എങ്ങനെ ജീവിച്ചാലും അയാൾക്ക് പിന്നെ കർമ്മമില്ല. ഒരു പക്ഷെ അയാൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം ലോകദൃഷ്ടിയിൽ, പക്ഷെ അയാളുടെ ദൃഷ്ടിയിൽ അപ്പോഴും അയാളൊന്നും ചെയ്യുന്നില്ല. കാരണം ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം. ഈ ഒരു ശ്ലോകം, ഇതിന്റെ അർത്ഥത്തെ നമുക്ക് വാക്കുകളിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു തലത്തെയാണ് ഈ ശ്ലോകം വെളിപ്പെടുത്തുന്നത്. ഒരു യജ്ഞത്തിന്റെ അംഗങ്ങൾ ഇതെല്ലാം ബ്രഹ്മം, കർത്താവ് ബ്രഹ്മം, കർമ്മം ബ്രഹ്മം, അല്ലെ? പിന്നെ അധികരണം ബ്രഹ്മം. ഈ കരണങ്ങളെല്ലാം ബ്രഹ്മരൂപമായിട്ട് അറിയുന്ന ഒരാൾക്ക് എന്ന് വെച്ചാൽ കർത്താവും ഒരു ഭാഗത്ത് നമുക്ക് പറയാം കർത്താവും കർമ്മവും ഒക്കെ ബ്രഹ്മരൂപമായിട്ട് കാണുന്നു. മറുഭാഗത്ത് അതിന് ആ കാര്യത്തെ തന്നെ നമ്മൾ വേറെ വിധത്തിൽ പ്രസ്താവിക്കുമ്പോൾ കർത്തൃത്വം, ഭോക്തൃത്വം, കർമ്മം ചെയ്യുക എന്നുള്ളത്, അധികരണം എന്നുള്ളത് ഇതൊക്കെ മിഥ്യയാണ്. വാസ്തവം എന്താണ്? ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന അഹം ഏവ വാസ്തവം എന്നുള്ള ബോധം. അഥവാ വേറൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഇതിലെല്ലാത്തിലും ബ്രഹ്മത്തെ കാണുന്നു എന്നുള്ളത്. പക്ഷെ അതിനെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്? ഇതൊക്കെ മിഥ്യയായിട്ട് നിലകൊള്ളുന്നതാണ്. ഇതിലൊക്കെ അന്തർഭവിച്ചിരിക്കുന്ന കർത്താവും ഭോക്താവുമായിട്ട് വേർതിരിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആത്മജ്ഞാനി എന്താണ്? കർത്തൃത്വം, ഭോക്തൃത്വം ഈ രണ്ടും തന്നെ, ഇത് രണ്ടുമില്ലാത്ത ആത്മാവിന്റെ ഉപാധിതലമായിട്ടുള്ള രണ്ട് ഭാവങ്ങൾ മാത്രമാണ്. ഈ വിധത്തിൽ ആരാണ് അറിയുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം കർമ്മമേ സംഭവിക്കുന്നില്ല. അപ്പൊ ഇനി പോയിട്ട് നമുക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബ്രഹ്മാർപ്പണം, ബ്രഹ്മവീർന്ന് ചൊല്ലും. അപ്പൊ ഈയൊരു തത്വമാണ് ആ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. അതിന്റെ ഒരു അനുസന്ധാനം നമുക്ക് നിത്യവും ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓർമ്മിക്കാൻ സാധിച്ചാൽ തന്നെ, അല്ലെ, അതൊരു അർത്ഥത്തോട് കൂടിയിട്ട് നമുക്ക് ഓർമ്മിക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു വലിയ അനുസന്ധാനം ആയിരിക്കും. എത്ര ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആചരണമാണ് അല്ലെ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഏതായാലും സ്വാമിജി 18ാമത്തെ ശ്ലോകം, 15ാം ശ്ലോകം തൊട്ട് ഭാഷ്യ സഹിതമായിട്ട് ഇവിടെ ചിന്തിക്കാനുള്ളതാണ്. ഭാഷ്യത്തിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ സ്വാമിജിയുടെ ഭാഷ്യം ക്ലാസ് ഒന്നിച്ച് നമ്മൾ ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്വാമിജിയുടെ ഭാഷ്യം ക്ലാസ്സുകൾ നമ്മൾ ഒന്നിച്ച് റെക്കോർഡ് ചെയ്തൊക്കെ വയ്ക്കുന്നതാണ്.
അപ്പൊ സ്വാമിജി തന്നെ ആ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും എടുക്കണം. നമ്മളിവിടെ സ്വതന്ത്രമായിട്ട് ഇരുന്ന് ചിന്തിച്ചു. അടുത്ത സെഷനിൽ എനിക്കിവിടെ ഇന്ന് ചെയ്യാനുള്ള ശ്ലോകങ്ങളിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുന്നേ കുറച്ച് ഭാഗങ്ങളുണ്ട് നമുക്ക് പറയാം. ഇല്ല, ഏകദേശം പറഞ്ഞു വെച്ചിട്ടുണ്ട്. 25 തൊട്ട് 30 വരെയുള്ള ശ്ലോകങ്ങളാണ് എനിക്ക് ഇവിടെ നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് സത്യാനന്ദ സ്വാമിജി എടുക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സ്വാമിജിയുടെ ക്ലാസ് ഇന്ന് ഉണ്ടാകുക. സ്വാമിജി വളരെ ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു ആവശ്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ്. ഉച്ചയാകുമ്പോഴേക്ക് സ്വാമിജി തിരിച്ചു.